ഒരു ഒക്കേഷൻ വേറായിട്ടൊക്കെ നമുക്ക് വേറെ പോകാൻ പറ്റുന്ന ഒരു കളക്ഷൻസ്. ഭയങ്കര ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ നിൽക്കുന്ന അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റാണ് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു 5 ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത്. എല്ലാം ഡിഫറെൻറ്റ് കളർ പാലറ്റും കൂടെയാണ്. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. ഇതിൽ കുറച്ചൊന്ന് അട്രാക്റ്റീവായിട്ട് നിൽക്കുന്നതിൻ്റെ ദുപ്പട്ട തന്നെയാണ് ഡെഫിനറ്റ്ലി. ആൻഡ് ഇതാണ് നമുക്ക് ടോപ്പ് വരുന്നത്. ടോപ്പിൻ്റെ യോക്ക് പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു കട്ട് വർക്ക് പാറ്റേൺ കൊടുത്തിട്ട് ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ വിചാരിക്കും ആപ്ലിക്കാണെന്ന്. പക്ഷെ അല്ല, അതിനുള്ളിൽ തന്നെ നമുക്ക് എംബ്രോയ്ഡറി പാറ്റേൺ, ഒരു ഫ്ലോറലിൻ്റെ എംബ്രോയ്ഡറി പാറ്റേൺ കൊടുത്തിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്ത് ഒരു സ്വീക്വൻസി വർക്കിൻ്റെയും ഒരു ത്രെഡ് വീവിങ്ങും കൂടെ വരുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് എലഗൻറ്റ് സ്റ്റൈലിൽ നിൽക്കുന്ന ഒരു സൽവാസും കൂടെയാണ്. ആൻഡ് ബോഡിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്കാറ്റേർഡ് ആയിട്ട് ഒരു ഫ്ലവറിൻ്റെ തന്നെ ഒരു പ്രിൻറ്റ് പാറ്റേണും കൂടെ വരുന്നുണ്ട്. സിൽക്കി കോട്ടയിലും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് വേറെ പോകാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ്. ഇതാണ് കേട്ടോ ലുക്ക് വരുമ്പോൾ ടോപ്പിൻ്റെ. ആൻഡ് നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് സെറ്റുള്ളാണ് ബോട്ടം വന്നിട്ടുള്ളത്. സോളിഡായിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ലേ ഇതിൻ്റെ അട്രാക്റ്റീവ് എന്ന് പറയുന്നത് ദുപ്പട്ടയാണെന്ന്. ഭയങ്കര രസമുള്ള ദുപ്പട്ടയാണ്. എനിക്ക് ടോപ്പിനേക്കാളും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ദുപ്പട്ടയാണ്. ദുപ്പട്ടയിൽ ഫുള്ള് ഒരു ഫ്ലോറിൽ തന്നെ പ്രിൻറ്റ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. രസമുള്ള ദുപ്പട്ട വന്നിട്ടുള്ളതും ഈ ഒരു സിൽക്കി കോട്ടയിലാണ് കേട്ടോ. ദുപ്പട്ടയിൽ നമുക്കൊരു 2 ഷെയ്ഡ്സ് എന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഒരു ഡാർക്ക് ഷെയ്ഡ്സിനും അത് നമുക്ക് ബോഡി പോർഷൻ നോക്കുകയാണെങ്കിൽ ദുപ്പട്ടയുടെ ഒരു ലൈറ്റ് ടോൺ ഷെയ്ഡ്സിലാണ് നിൽക്കുന്നത്. ആൻഡ് ടാസിൽസും കൂടെ വരുന്നുണ്ട്. ദിസ് ഈസ് എ ഫസ്റ്റ് ലുക്ക്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. നമുക്ക് എല്ലാത്തിലും സെയിം വർക്കും ഡീറ്റെയിലിംഗ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. കളേഴ്സിൽ മാത്രം ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതിലും നമുക്ക് ബോഡിയിൽ സ്കാറ്റേർഡ് ആയിട്ട് തന്നെ ആ ഒരു ഫ്ലവറിൻ്റെ പാറ്റേൺ വരുന്നുണ്ട്. ഒരു പാനലായിട്ടാണെന്ന് എനിക്ക് പറയാം ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു പ്രിൻറ്റ് പാറ്റേൺ കൊടുത്തിട്ടുള്ളതും. ഇതിലും ആ ഒരു യോക്ക് പോർഷൻ ഭയങ്കര സിമ്പിൾ ആൻഡ് ഒരു എലഗൻറ്റ് സ്റ്റൈലിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് യോക്ക് പോർഷൻ. ഒരു സ്ക്വയർ നെക്കൊക്കെ ആണെങ്കിലും ഒരു വി നെക്കൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്താലും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ആൻഡ് ദുപ്പട്ട ഇതിൽ നമുക്ക് സെറ്റുള്ളതാണ് കേട്ടോ. ബോട്ടം വന്നിട്ടുള്ളത്, ദുപ്പട്ട. എനിക്ക് ഓരോ ദുപ്പട്ടയും ഓപ്പൺ ചെയ്യുമ്പോഴും അതിനെപ്പറ്റി എന്താ പറയണമെന്ന് നിങ്ങൾ അത്രയ്ക്ക് ഭംഗിയുള്ള ദുപ്പട്ടയും കൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആ ഒരു ഫ്ലോറിൻ്റെയൊക്കെ ഫ്ലവറിൻ്റെയൊക്കെ പ്രിൻറ്റ് നമുക്ക് ഒരു ഒറിജിനൽ പൂ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീലില്ല, ചെടിയിൽ നിൽക്കുന്ന ഒരു ഫീല് തന്നെയാണ് ഇതിൽ. ആ ഒരു പ്രിൻറ്റ് അത്രയും മനോഹരമായിട്ടാണ് അവരിത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വർക്ക്. ഇതാണ് സെക്കൻഡ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഈ ഗ്രീൻ ഒരു പീക്കോക്ക് ആ ഒരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ബോട്ടം വന്നിട്ടുള്ളതും സെറ്റുള്ളാണ്. ഇതാണ് ബോട്ടം. സോളിഡായിട്ടാണ് ബോട്ടം വന്നിട്ടുള്ളത്. ഒരു സ്ട്രൈറ്റ് ബോട്ടോ അല്ലെങ്കിൽ ഒരു സിഗർ ബോട്ടോ ഒക്കെ സ്റ്റിച്ച് ചെയ്താലും നല്ലൊരു ഓപ്ഷനായിരിക്കും. ഇതാണ് ഗിഫ്റ്റൊക്കെ കൊടുക്കാനാണെങ്കിലും ഇപ്പം പാരൻസിനൊക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം ഫ്രണ്ട്സിനൊക്കെ ആയാലും പേഴ്സണൽ യൂസിന് പിന്നെ എന്തൊരു യൂസിനായാലും നമുക്ക് പറ്റുന്ന നല്ലൊരു കളക്ഷൻ. ഒക്കേഷൻ വേറെ ആയിട്ടാണെങ്കിലും വേറെ ഇത് പോകാൻ പറ്റുന്നൊരു കളക്ഷൻസാണ്. ആൻഡ് നമുക്കിതിൽ ടാസിൽസും കൂടെ സെപ്പറേറ്റ്ലി ആണ് ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൽ. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ റിയൽ ലുക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് നെക്സ്റ്റ് ലുക്ക്. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ്. ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത്. ആൻഡ് ബോട്ടം സെറ്റോഡിൽ വന്നിട്ടുള്ള ബോട്ടം. സിൽക്കി കോട്ടയിലാണ് നമുക്ക് ടോപ്പും ആൻഡ് ദുപ്പട്ടയും വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട. നെക്സ്റ്റ് വരുന്നത് ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡെന്ന് പറയാം. എനിക്ക് ഒത്തിരി ഷെയ്ഡ്സ് പൊതുവെ എൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡും കൂടെയാണ് കേട്ടോ. ഇതിലും ഒരു യോക്ക് പോർഷനിൽ ഹൈലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ടല്ല, ത്രെഡ് വർക്കിൻ്റെയും സ്വീക്വൻസി വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ആണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. ആൻഡ് ബോട്ടം, ദുപ്പട്ട. ആൻഡ് ലാസ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. എല്ലാം നമുക്ക് സിൽക്കി കോട്ടയിലാണ് വന്നിട്ടുള്ളത്. ഇതിലും ഒരു ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു കട്ട് വർക്കിനുള്ളിൽ പറയില്ലേ ആപ്ലിക്കെന്ന് മാത്രമേ തോന്നത്തുള്ളൂ. പക്ഷേ എല്ലാം നമുക്കൊരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ് കൊടുത്ത് ഫിക്സ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ത്രെഡ്സൊക്കെ എന്തുമാത്രം ഭയങ്കര ഭംഗിയായിട്ടാണ് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ. കോഡ് വരുന്നത് MS807 എന്ന കോഡിൽ. പ്രൈസ് റേഞ്ച് 2509 ആണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫോട്ടോസും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.
ഡാർക്ക് കളർ പാലറ്റിൽ വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് സൽവാർ സെറ്റ്സിൻ്റെ കളക്ഷൻസ്. ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഹാൻഡ് എംബ്രോയിഡറി പാറ്റേൺ ആയാലും ആ ഒരു കളർ കോമ്പിനേഷൻ ആയാലും ഡാർക്ക് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മസ്റ്റായിട്ട് ചൂസ് ചെയ്യാവുന്നൊരു കളക്ഷനും കൂടെയാണ്. കോട്ടണിൽ വന്നിട്ടുള്ള ടോപ്പും ബോട്ടവും ആൻഡ് സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ആൻഡ് ബോഡിയിൽ നോക്കുവാണെങ്കിൽ ആ ഒരു യോക്ക് പോർഷനിൽ ഒരു വീനൊക്കെ കൊടുത്തിട്ട് അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ആ ഒരു ബുളിയൻ റോസിൻ്റെയും സാറ്റിൻ്റെയും ഒരു ഫ്രഞ്ച് നോട്ടിൻ്റെ ഒക്കെ ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ് കുറച്ചൊന്ന് ഹൈലൈറ്റഡ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത്. ആൻഡ് ബോഡിയിൽ സ്കാറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഫ്ലോറൽ പാറ്റേൺ ഈ ഒരു സമ്മർ ടൈമിലൊക്കെ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ആ ഒരു കോട്ടൺ ആയിരിക്കും. ആൻഡ് കോട്ടണിൽ വന്നിട്ടുള്ള ബോട്ടം, സോഫ്റ്റ് കോട്ടണിൽ വന്നിട്ടുള്ള ദുപ്പട്ട. ദുപ്പട്ട ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ആ ഒരു ദുപ്പട്ട നമുക്ക് വരുന്നത്. ആൻഡ് ആ ഒരു 4 സൈഡ്സിലും നമുക്കൊരു സിൽവർ സാരിയുടെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് എൻ പോർഷനിൽ നോക്കുവാണെങ്കിൽ ഒരു കാന്ത വീവിങ് പാറ്റേൺ, ഒരു ഫ്ലോറൽ പാറ്റേണിൽ കാന്തയുടെ ഒരു വീവിങ് സ്റ്റൈൽ വരുന്നുണ്ട്. അതിനെ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് ഒരു ഫ്രഞ്ച് ഒരു സീക്വൻസിൻ്റെ വർക്കൊക്കെ നമുക്ക് പ്ലേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ആൻഡ് സെൽഫ് ടാസൽസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു സൽവാർ സെറ്റ് വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ്. എല്ലാത്തിലും നമുക്ക് സെയിം ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു എംബ്രോയിഡറി പാറ്റേൺ ആണ്. ഹാൻഡ് എംബ്രോയിഡറി വർക്ക് നമുക്ക് സെയിം ആയിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് സ്ലീവ്ലെസ് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിലും സ്ലീവ് വെച്ച് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിലും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ സ്ലീവ് ആ ഒരു യോക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു 3 സൈഡ്സിൽ ആ ഒരു ബോർഡർ ഡീറ്റെയിലിൽ ഒരു കാന്തയുടെ ഒരു വീവിങ് പാറ്റേൺ പോകുന്നുണ്ട്. ആൻഡ് ആ ഒരു വീനെക്കൊക്കെ വെച്ചിട്ട് കുറച്ചും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന രീതിക്കാണ് ഒരു സൽവാർ സെറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്കാറ്റേഡ് ആയിട്ട് ഒരു ഫ്ലോറൽ പാറ്റേണിൽ ഒരു സ്കാറ്റേഡ് ആയിട്ട് നമുക്ക് ഒരു എംബ്രോയിഡറി പാറ്റേണും പോയിട്ടുണ്ട്. ആൻഡ് കോട്ടണിൽ വന്നിട്ടുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട. ഇതിലും നമുക്ക് 4 സൈഡ്സിലും ആ ഒരു ബോർഡർ ഡീറ്റെയിൽ നമുക്ക് സിൽവർ സരിയുടെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. സെക്കൻഡ് ലുക്ക് വരുന്നത് ഇതാണ്. ഒരു ബ്ലാക്ക് കളറിൽ സോളിഡ് ആയിട്ടുള്ള കുർത്ത സെറ്റ്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മൾട്ടി പേർപ്പസിനും ഈ ഒരു ദുപ്പട്ട നമുക്ക് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ്, ഒരു ചോക്ലേറ്റ് ബ്രൗൺ ഷെയ്ഡാണ്. കാഷ്വൽ ആയിട്ടാണെങ്കിലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടെയാണ് കേട്ടോ. കോളേജിലൊക്കെ നമുക്ക് പോവുകയാണെങ്കിലും യങ്സ്റ്റേഴ്സിനൊക്കെ സ്റ്റിച്ച് ചെയ്തിടാവുന്നൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ആൻഡ് കോട്ടണിൽ വന്നിട്ടുള്ള ബോട്ടം ആൻഡ് ദുപ്പട്ട. ഇതിലും നമുക്ക് ഒരു സിൽവറിൻ്റെ ഒരു സറിയുടെ ഒരു വീവിങ് സ്റ്റൈലാണ് 4 ബോർഡറിലും നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ബോഡിയിൽ സ്കാറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു ഡേസിയുടെ ഒരു പാറ്റേൺ നമുക്ക് ബോഡിയിൽ സ്കാറ്റഡ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ലുക്ക്. ആൻഡ് ലാസ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ്. ആൻഡ് ബോട്ടം ദുപ്പട്ട. ദുപ്പട്ട നമുക്ക് ആ ഒരു എത്ര സമയം നോക്കിയത് ആ ഒരു സിൽവറിൻ്റെ ഒരു സറിയുടെ ഒരു ബോർഡർ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ. പക്ഷേ ബ്ലാക്ക് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു നമുക്കൊരു ഗോൾഡൻ്റെ ഒരു സറിയുടെ ഒരു വീവിങ് പാറ്റേൺ ആണ് 4 സൈഡ്സിൽ നമുക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആഞ്ചൽ പോർഷനിലാണ് നമുക്ക് ആ ഒരു കാന്തയുടെ ഒരു ഫ്ലോറൽ പാറ്റേൺ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ കോഡ് വരുന്നത് PHU 202 എന്ന കോഡിൽ 2399 പ്രൈസ് റേഞ്ചിൽ വന്നിട്ടുള്ള കളക്ഷനാണ്. ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store. കുറച്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ നിൽക്കുന്നത്, കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ്സിലൊക്കെ വന്നിട്ടുള്ള അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള സൽവാർ സെറ്റാണ് കേട്ടോ. ഫുള്ള് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കളക്ഷനും കൂടിയാണ്. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു മസ്റ്റർഡ് യെല്ലോ ടോൺ, ഒരു 5 ഷെയ്ഡ്സിലാണ് ഇപ്പം അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് ഈ ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡാണ്. നല്ല റിച്ച്നെസ് ലുക്ക് തന്നെ ടോപ്പിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ഫുള്ളി നമുക്കൊരു ഹെവി വർക്കാണ് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ളത്. സ്വീക്കൻസി സ്റ്റിക്കി വർക്കാണ് കേട്ടോ. ആൻഡ് ബാക്ക് പോർഷൻ ഫുള്ളി നമുക്ക് സോളിഡായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവ്സിൻ്റെ എൻഡിലും സെയിം ആ ഒരു വർക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. എൽബോരെ സ്ലീവ്സ് ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്താലും ഈ ഒരു വർക്ക് പ്ലേസ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും. ആൻഡ് ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. സെറ്റൂണിലാണ് ബോട്ടം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെറ്റൂണിലാണ് നമുക്ക് ലൈനിങ്ങും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ലൈനിങ്ങും കൂടെ അഡീഷണൽ വരുന്നുണ്ട്. ഓർഗൻസയിൽ തന്നെ ദുപ്പട്ടയും വന്നിട്ടുള്ളത്. കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു കളക്ഷനും കൂടെയാണ്. നോർമലി നമ്മൾ ഓർഗൻസ സാരീസിലൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു വർക്ക് കണ്ടിട്ടുള്ളത്. പക്ഷേ അതിനൊക്കെ ഒരു ഡിഫറെൻറ്റ് ലുക്കിലാണ് സൽവാർ അൺസ്റ്റിച്ചഡ് ആയിട്ടുള്ള സൽവാർ സെറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. കൂടുതലും ഡ്രൈ വാഷ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ ഇതിൽ. ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്, ഈ ഒരു മസ്റ്റർഡ് യെല്ലോ ഷെയ്ഡ്.
ഒക്കെ ആ വർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഹെവി ആയിട്ടാണ് നെക്ക് പോർഷനൊക്കെ നിൽക്കുന്നത് എന്നുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ടീൽ ഗ്രീൻ ഷെയ്ഡാണ്. ഇതാണ് കേട്ടോ, ഒരു ഒക്കേഷൻ വെയറായിട്ടൊക്കെ നമുക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളക്ഷനും കൂടിയാണ്. ഇതാണ് സെക്കൻഡ്. നമുക്ക് എല്ലാത്തിലും സെയിം വർക്കാണ് കേട്ടോ. ഞാൻ കളേഴ്സ് മാത്രം ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം. ഇതിൽ നമുക്ക് സോളിഡ് ആയിട്ടാണ് ബോട്ടം ആൻഡ് സെറ്റൂണിൽ തന്നെ ലൈനിങ്ങും വന്നിട്ടുണ്ട്. ആൻഡ് ദുപ്പട്ട. ഇപ്പം ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ മാരേജ് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിലും പറ്റുന്ന നല്ലൊരു ഓപ്ഷനും കൂടിയാണ്. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിയൽ ലുക്ക് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. എല്ലാം അത്യാവശ്യം ഒത്തിരി ഡാർക്ക് അല്ലാത്തൊരു ടോണിലാണ് നിൽക്കുന്നത് ഷെയ്ഡ്സ്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഒത്തിരി ഡാർക്ക് അല്ലാത്ത ഒരു ടോൺ ഷെയ്ഡിലാണ് ഇതിലെ ഈ കളക്ഷൻസൊക്കെ ഇപ്പം അവൈലബിൾ ആക്കിയിട്ടുള്ളത്. ഇതിലും നമുക്ക് സോളിഡായിട്ട് തന്നെയാണ് ബോട്ടവും സെറ്റുകൊണ്ട് തന്നെയാണ് ലൈനിങ്ങും വരുന്നുണ്ട്. ദുപ്പട്ട നോക്കുവാണെങ്കിൽ ദുപ്പട്ടയുടെ 2 സൈഡിലാണ് ആ ഒരു സീക്വൻസി സ്റ്റിക്കി കുറച്ച് തിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ദുപ്പട്ടയിൽ തന്നെ സ്കാറ്റേർഡ് ആയിട്ട് സീക്വൻസി സ്റ്റിക്കി വർക്കും കൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നെക്സ്റ്റ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. എപ്പോഴും എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ഷെയ്ഡും കൂടെ ആയിരിക്കുമല്ലോ പിങ്ക് എന്ന് പറയുമ്പോൾ. ഇതൊക്കെ അത്യാവശ്യം നമുക്കൊരു എല്ലാ സ്കിൻ ടോണിനും മാച്ചായി പോകുന്നൊരു ഷെയ്ഡും കൂടിയാണ്. ഇതിലും ആ ഒരു സെയിം സീക്വൻസി സ്റ്റിക്കി വർക്ക് തന്നെയാണ്. ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതും ആ ഒരു നെക്ക് പോർഷനാണ് കേട്ടോ. താഴോട്ട് നമുക്ക് നോക്കുകയാണെങ്കിലും സെയിം സ്കാറ്റേർഡ് ആയിട്ട് തന്നെയാണ്. അത്യാവശ്യം ഒരു തിക്കായിട്ട് തന്നെയാണ് ആ ഒരു സീക്വൻസി വർക്ക് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സെറ്റൂണിൽ വന്നിട്ടുള്ള ബോട്ടം വിത്ത് ലൈനിങ്ങും കൂടെ വരുന്നുണ്ട്. ലാസ്റ്റ് ലുക്ക് വരുന്നത് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ്. പൊതുവെ നമ്മൾ ഓർഗൻസ സാരീസിലേക്കായിരിക്കും അത്യാവശ്യം ഒരു റിച്ച്നെസ് ലുക്ക് കിട്ടുന്നൊരു വർക്കൊക്കെ കണ്ടിട്ടുള്ളതും. അതുപോലെ തന്നെ സാരീസൊക്കെ ഇപ്പം ടൈമില്ല ഉടുത്തിട്ട് പോകാനൊക്കെ ഒരു ഈവൻ വേറെ ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്കിത് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു കളക്ഷൻ കൂടിയാണ് കേട്ടോ. ഇതിൽ നമുക്ക് സെയിം സ്വീക്കൻസി തന്നെയാണ് സ്ലീവ്സിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ലാസ്റ്റ് ലുക്ക് വരുന്നത്. ബോട്ടം വിത്ത് ലൈനിങ് വരുന്നുണ്ട് ആൻഡ് ദുപ്പട്ട. ഇതിൻ്റെ കോഡ് വരുന്നത് SBP 919. പ്രൈസ് റേഞ്ച് വന്നിട്ടുള്ളത് 2919 ആണ് കേട്ടോ. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോയുടെ തൊട്ട് താഴെ ലിങ്കും ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും ചെക്ക് ഇറ്റ് ഔട്ട് www.aham.store.